ഡി ഞാൻ മറ്റേ ബാലേന്ദ്രമന്റെ മിമിക്രി കാണിക്കുന്ന കണ്ടിട്ടല്ലേ നീ എന്നെ പ്രേമിച്ചേ? അത് ബാലേന്ദ്രമേനായിരുന്നോ? ആ തലകെട്ടൊക്കെ കെട്ടി. ഞാൻ വിചാരിച്ചുവല്ലോ. ഇതാണ് ഈ പുച്ഛമാണ് കുഴപ്പം. എടാ ആരെങ്കിലും ഒക്കെ എന്നെ കുറച്ച് പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ മിമിക്രി സിനിമയിൽ വന്ന് വലിയ നടനായി പോയെന്നെ. അതിനുള്ള കഴിവ്. ഇവിടുത്തെ തള്ളു കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ താഴ്ത്തുവാ, ഞാൻ അവിടെ പുട്ടിന് കഴിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ വന്ന് തള്ളിയാലേ വൈകിട്ടും എല്ലാം കഴിക്കാം കേട്ടാ. ബാ ശരി. രാത്രിയിലും പുട്ട്. മോളെ ഗൗരി, ഇവിടുത്തെ രാത്രിയിൽ കഴിക്കാൻ ഉപ്മ. ഓ പുട്ട് തന്നെ ബെസ്റ്റ്. ഞാൻ താഴ്ത്തുനിന്ന് കുറച്ച് തള്ളട്ടെ. കുറച്ച് കഴിഞ്ഞ് ടെറസിലോട്ട് വരാൻ നീ നൈസായിട്ട് കൊണ്ട് പോരും. ശരി മോളെ. ഹായ് ഗായ്സ്. സെക്സ് എന്ന ഒരു വാക്ക് പോലും നമുക്ക് പലർക്കും അശ്ലീലമാണ്. സ്ത്രീകളെ വെറും ഒരു ശരീരം മാത്രമായിട്ട് കാണുന്ന ചിന്താഗതി മാറണം. എങ്കിലേ ഇരയെ വേട്ടയാടുന്ന ആ ഒരു വ്യഗ്രത നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ അത് നമ്മൾ സ്ത്രീകളിൽ നിന്ന് തന്നെ ഇവിടെ തുടങ്ങാൻ കഴിയും. യെസ്, ഓരോ സ്ത്രീയും ഒരു അമ്മയല്ലേ. പുതിയൊരു ജനറേഷനെ ഇന്ന് തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാം. ഓക്കെ? ഡബിൾ ഓക്കെ. രാത്രിയാകുമ്പോൾ ഇവിടെ വന്ന് രണ്ടെണ്ണം അടിച്ച് നിൽക്കുക എന്തൊരു രസമല്ലേ. പക്ഷെ ഇതിൻ്റെ വില ഓർക്കുമ്പോൾ ഇവിടെ നിന്നിട്ട് താട്ട് ചാടാൻ തോന്നും. ഓ ഇതാടാ ഒരു മൂഡ് ഓഫ്. നാളെ ഉള്ള ചെക്കപ്പാ. എന്താവുന്നൊരു എത്തും പിടി. നീ ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കല്ലേ. അതൊക്കെ എൻ്റെ സമയത്ത് അങ്ങ് നടന്നോളൂ. നിങ്ങൾ കൊച്ചു പിള്ളേരല്ലേ, വലിയ പ്രായമൊന്നും ആയില്ലല്ലോ. നീ ഞങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കല്യാണം കഴിഞ്ഞിട്ട് 5-6 വർഷം കഴിഞ്ഞിട്ടാണ് അവള് പ്രഗ്നൻ്റ് ആയത്. എന്നിട്ട് വല്ല കുഴപ്പമുണ്ടായോ? എടാ അവള് കൊച്ചു പെണ്ണല്ലോടാ. അവള് പോയിട്ട് പുട്ടുപോലെ കാര്യം കഴിഞ്ഞിട്ട് അവളിങ്ങി പോരും. നീ വെറുതെ ടെൻഷൻ അടിക്കല്ലേ. നമ്മൾ ഒരു കാര്യത്തിൽ മാത്രമേ ടെൻഷൻ അടിക്കാവുള്ളൂ. രാത്രി നമ്മൾ സാധനം കിട്ടുമോ 2 അടിക്കാൻ പറ്റുമോ, വേറെ ഒന്നിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാൻ പാടില്ല. അങ്ങനെ വേണം നമ്മൾ ആണുങ്ങള്. അയ്യോ അതെ, നിമ്മി വരുന്നുണ്ട്. ചോദിച്ച സാധനം തീർന്നു പറഞ്ഞാൽ മതി. കംപ്ലീറ്റ് കുടിച്ചു വെട്ടിച്ചിട്ട് ഷെയറും തരാതെ പോകും. ഇന്ന് നൈസായിട്ട് എന്നെ ഒഴിവാക്കിയല്ലേ? ഒഴിവാക്കിയല്ലേടി, ഞാൻ വിളിക്കാൻ വേണ്ടി വന്നപ്പോ അകത്ത് ഭയങ്കര ബഹളം. നീ കിടന്ന് കാറി പൊളിക്കായിരുന്നു. ആ ചുമ്മാ ഒന്നുമല്ല. ഇന്ന് പോസ്റ്റ് ചെയ്ത വ്ളോഗ് ഉണ്ടല്ലോ, അത് 10 മിനിറ്റില് 10K വ്യൂവേഴ്സ്. എന്തായിരുന്നു സബ്ജക്ട്? അത് സമൂഹത്തിലെ സെക്ഷൽ അവയർനെസിന്റെ ആവശ്യകത. അത് ആവശ്യകതയുള്ളതാണ്. അത് കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ സ്ഥലം വരുന്നത്. ഒരെണ്ണം വെച്ചാൽ എനിക്ക് ഇത് ലാസ്റ്റ് വെക്കാ. ഞങ്ങൾ രണ്ടുപേരുടെ ലൗസ് പഠിക്കാൻ വേണ്ടി വെച്ചിരിക്കും. ലാസ്റ്റ് വെക്കാം. എന്നാ ഞാൻ അടിക്കാം. ഒരു വ്ളോഗ് കൂടെ ഉണ്ട്. എന്താ സബ്ജക്ട്? സ്ത്രീകളിൽ വർദ്ധിച്ചു വരുന്ന മദ്യാസക്തിയും പരിഹാരവും. എന്താ പരിഹാരം? ഒന്നുമില്ല, ഇതുപോലെ തോന്നുമ്പോ ഓരോന്ന് അടിക്കാം. ശരിയാന്ന് ചെല്ലട്ടെ. ഇവിടെ ഈ കമ്പനിക്ക് മുതലാകുക കേട്ടോ. എന്തൊരടിയായി കൊച്ചു.